24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം മറിച്ചുവിറ്റെന്ന സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച സ്വർണം പണമാക്കി മാറ്റി ഭൂമി ഇടപാടുകൾക്കായി ഉപയോഗിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകളാണ് SIT കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലാണ് സ്വർണം മറിച്ചുവിറ്റെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചത്. സ്പോൺസർമാരിൽ നിന്നും ലഭിച്ച സ്വർണവും പണമാക്കി. പണം ഭൂമി ഇടപാടുകൾക്ക് ഉപയോഗിച്ചു. രേഖകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നശിപ്പിച്ചെന്നും സംശയമുണ്ട്. ഇതിന് പിന്നാലെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പരിശോധന. സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും തട്ടിപ്പ് സംഘത്തിലെയും 15ഓളം പേരുടെ വിവരങ്ങൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തി. ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരവാദം ഉയർത്തുകയാണോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. എങ്കിലും വെളിപ്പെടുത്തിയ പേരുകളിലേക്ക് അന്വേഷണം ഉടനെത്തും. സ്വർണ്ണക്കൊള്ളയുടെ തിരക്കഥയുണ്ടാക്കിയത് ബംഗളൂരുവിൽ വെച്ചാണെന്നാണ് വെളിപ്പെടുത്തൽ. സ്വർണ്ണപ്പാളി ചെമ്പായി തെറ്റായി രേഖപ്പെടുത്തിയതും പാളികൾ തിരിച്ചെത്തിയപ്പോൾ തൂക്കം നോക്കാതിരുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ കൽപേഷ് ആണെന്നാണ് പോറ്റിയുടെ മൊഴി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 1/2 കിലോയോളം സ്വർണം കൊണ്ടുപോയ കൽപേഷ്, സ്പോൺസറായ നാഗേഷ്, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി എന്നിവരെ പിടികൂടിയാൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തും ഉടൻ തെളിവെടുപ്പ് നടത്തും. നിലവിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ പരാമർശിച്ച് പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകും. സസ്പെൻഷനിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെയും ഉടൻ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.